നിങ്ങൾ ഒരു വലിയൊരു ജയിലിൽ കുറേ ടാറ്റു അടിച്ച പ്രിസണേഴ്സിനെ കണ്ടിട്ടുണ്ടോ? ആ രാജ്യം കേട്ടിട്ടുണ്ടോ? എൽ സാൽവഡോർ. അതായത് ലോകത്തിലെ ഏറ്റവും വൺ ഓഫ് ദ ക്രൈം റേറ്റ് കൂടുതലുള്ള ഒരു രാജ്യമാണ് എൽ സാൽവഡോർ. ആ രാജ്യത്തോട്ട് ഞാനിപ്പോൾ നടന്നു പോവാണ്. ഞാനങ്ങനെ ഗോട്ടമലയിൽ നിന്ന് അടുത്ത നെക്സ്റ്റ് എൽ സാൽവഡോറിൽ കണ്ട ഈ കാണുന്ന ഒരു ചെറിയ പുഴ കടന്ന് നടന്നു പോവാ. കല്യാണം കഴിച്ചില്ലേ ഇത്? പുള്ളിക്കാരിയെ കെട്ടാനൊന്നും അടുത്തോ? അമ്മായി ആക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഹലോ ഗുഡ് മോർണിംഗ്. Good morning. How's your sleep? Yeah. You? It was good. എൻ്റെ അവസാനത്തെ ദിവസമാണ് കഴിഞ്ഞ ദിവസം. താങ്ക് യു സോ മച്ച് ഫോർ ഹോസ്റ്റിംഗ്. കഴിഞ്ഞ ദിവസം എന്നെ ബസ്സിൽ കണ്ട പെൺകുട്ടിയാണ് കേട്ടോ. അവള് എന്നെ അവരുടെ ഒരു വോളണ്ടിയർ ചെയ്യുന്ന സ്ഥലത്തോട്ട് കൊണ്ടുവന്നു എന്നെ ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ റോഡ്. ഇവിടെ നിന്ന് നേരെ പോയാൽ നമ്മുടെ എൽ സാൽവഡോർ ബോർഡറിലോട്ടാണ്. അപ്പോൾ എൻ്റെ പുതിയ യാത്ര ഗോട്ടമല എന്ന് പറയുന്ന രാജ്യം വിട്ടിട്ട് എൽ സാൽവഡോർ എന്ന് പറയുന്ന പുതിയ രാജ്യത്തോട്ടാണ്. എൽ സാൽവഡോർ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രാജ്യമാണ്. സൈസ് വെച്ചിട്ട് വളരെ ചിന്ന രാജ്യമാണ് ഈ രാജ്യത്തിനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ പുള്ളിക്കാരി വേറെ അങ്ങോട്ടോ പോവാണ്, വേറെ എന്തോ ആവശ്യമായിട്ട്. താങ്ക് യു ഫോർ എവറിത്തിങ്. ഓക്കെ, താങ്ക് യു. സീ യു അഗൈൻ. See you again from some other part of the world. അപ്പോൾ ഞാൻ ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് കഴിച്ചതാണ്. ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ ലോക്കൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വിൽക്കുന്ന കടകളാണ്. കഴിഞ്ഞ ദിവസം ബിസി ആയിട്ട് നമ്മുടെ കേരളത്തിനെ കുറിച്ച് അധികം പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. ബൊനീത്തോ? So this is Kerala, one of the most beautiful places in India. നമ്മൾ വന്നിട്ട് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡിന്റെ മുന്നിലാണ് ഇരിക്കുന്നത്. What's the name of this food? Pupusas. Pupusas. Pupusas de queso. Oh, pupusas in El Salvador, right? It's like the same to El Salvador. പുപ്പൂസ എന്ന് പറയുന്നത് എൽ സാൽവഡോർ എന്ന് പറയുന്ന രാജ്യത്തെ പ്രധാന ഭക്ഷണമാണ്. ഇവിടെ രാവിലെ ആളുകളൊക്കെ വന്നിട്ട് ഇവരുടെ ഇങ്ങനത്തെ ഫുഡ് ഇന്ന് കഴിക്കും കേട്ടോ. പുപ്പൂസ, അവിടെ എന്തൊക്കെ ഡ്രിങ്ക്സ്. പ്രവേശിച്ചോ? ഞാനങ്ങനെ രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ഇതിൻ്റെ അകത്ത് ബീൻസ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. സാധാരണ ബീൻസ് വെച്ചിട്ടുള്ളതും കാണാൻ സാധിക്കും, ചീസ് വെച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും, പിന്നെ വിവിധ തരത്തിലുള്ള മീറ്റുകൾ വെച്ചിട്ടുള്ള കാണാൻ സാധിക്കും. ഇതുപോലത്തുള്ള സെയിം തന്നെയാണ് ഈ പല രാജ്യത്തും കാണാൻ സാധിക്കുന്നത്. മെക്സിക്കോയിലും അതിൻ്റെ പേര് വേറെ വിളിക്കുന്നേ ഉള്ളൂ. കുഴപ്പമില്ല. ഇതൊരു തരത്തിലുള്ള ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഇവർ വയ്ക്കുന്നത്. ഇവിടെ കുറേ ആളുകൾ ഇതുപോലെ തോക്ക് അവരുടെ ഇടുപ്പിൽ വെച്ചിട്ട് യാത്ര ചെയ്യുന്നവരെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇതുപോലെ തോക്ക് ഗോട്ടമലയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ ഇവരുടെ ഈ സെക്യൂരിറ്റി ആ ഒരു വിഭാഗത്തിലൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ടായിരിക്കണം, അല്ലാതെ ലോക്കലായിട്ട് പേഴ്സണൽ യൂസിന് ഗണ്ണ് കൊണ്ട് നടക്കാൻ പറ്റൂല. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. നമ്മുടെ ഇത്രയും നേരത്തെ ഭക്ഷണം കഴിച്ചതിന് ഏകദേശം നമുക്കായത് ഒരു 500 രൂപ 400 രൂപ അടുപ്പിച്ചായിരുന്നു. 400 രൂപയാണ് കേട്ടോ ഈ കാണുന്ന ഇത്രയും ഫുഡിന്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് മുട്ടായൊക്കെ പുറത്ത് പോയപ്പോൾ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ഞാനിനി പുറത്തിറങ്ങുവാണ്. നല്ലപോലെ ഭക്ഷണം കഴിഞ്ഞു, ഫുള്ളായി. ഇനി ബോർഡറിലോട്ട് 1 മണിക്കൂറാണ് കേട്ടോ ഹിച്ചേക്കാനുള്ളത്. ഏകദേശം 30-35 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. താങ്ക് യു ഫോർ ഹോസ്റ്റിംഗ് മീ. ഓക്കെ, you're welcome. Until next time. Yeah. I wish you the all things. And you will visit? Yes, Kerala. Okay. Okay. See you. Ciao. Bye bye. Bye bye. Muchas gracias. അങ്ങനെ അവള് പോയി. Bye bye. Nos vamos. യൂഷ്വൽ സ്പോട്ടായിട്ടുള്ള ഹമ്പിൻ്റെ ഫ്രണ്ടിലോട്ട് വന്ന് ഞാൻ എൻ്റെ ഹിച്ച് ഹൈക്കിങ് തുടങ്ങുവാണ്. ഗോട്ടമലയിൽ ഹിച്ച് ഹൈക്കിങ് കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം പാടല്ല. മെക്സിക്കോ ആണ് പാട്. മെക്സിക്കോ ആണ് ഈ സെൻട്രൽ അമേരിക്കയിലെ ഏറ്റവും വലിയ റേസിസ്റ്റ് ആളുകൾ. ഓക്കെ ഓക്കെ, ഒരു റേസിസ്റ്റ് എന്നല്ല, കമ്പാരിറ്റീവ്ലി ഞാൻ പറഞ്ഞതാണ്. പിന്നെ മെക്സിക്കോയിലുള്ള ധാരാളം ആളുകൾ ഇങ്ങനത്തെ ഉള്ള ആളുകൾ കാണുമ്പോൾ അവർ വിചാരിക്കും എമിഗ്രൻസ് അമേരിക്കയിലോട്ട് പോകുന്നത്.
നമ്മുടെ ഓട്ടോകള്, ബൈക്കുകള്, സുസുക്കി കണ്ടില്ലേ, സുസുക്കിയുടെ ഷോറൂം, ബജാജ്, പിന്നെ ധാരാളം ഹോണ്ടകളുടെ ഷോറൂം ഇവിടെ കാണാം. Muchas gracias, amigo. Amigo, hola. Camera. പുള്ളിക്കാരന് മനസ്സിലായില്ല കേട്ടോ. ഹായ്. കണ്ടില്ലേ, ഇവര് കോഫി, ഇവര് ചായ ഇങ്ങനെ കവറിലാക്കിയിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. മിൽക്ക് കോഫി. പുള്ളിക്കാരെ ഏതോ 10 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ ചോദിച്ചു 10 കിലോമീറ്റർ പോവാന്ന് വിചാരിച്ചു. ഇവിടുത്തെ മനോഹരമായിട്ടുള്ള നേച്ചറാണ് കേട്ടോ. നല്ല മലകള്, ഈ ലിഫ്റ്റ് കിട്ടുമ്പോ എന്താ ഒരു സന്തോഷം. അല്ല അമ്മയ്യോ, പുള്ളിക്കാരവിടെ പോയിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ചോദിക്കുക, നിനക്ക് ലച്ച വേണമെന്ന് കേട്ടോ. ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രധാന ഒരു സാധനമാണ് നൂഡിൽസ്, കപ്പ് നൂഡിൽസ്. പുള്ളിതാ അതിൻ്റെ അകത്ത് ഇരുന്ന് കഴിക്കുന്നത് കണ്ടോ, കണ്ടില്ലേ നൂഡിൽസ്. ഹലോ, അതിൽ കുറച്ച് ബീൻസൊക്കെ ഇട്ടേക്കും കേട്ടോ, ബീൻസ്. ഇവർ വഴിയിൽ നിന്ന് ഓരോ മിൽക്ക് ആൾക്കാരെ നിന്ന് കളക്ട് ചെയ്യുകയാണല്ലോ. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇവരെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. പാലിൻ്റെ അളവ് ക്വാളിറ്റി ആവുന്നതാണോ അതോ പാല് കൊടുക്കാനാണോ മനസ്സിലാവുന്നില്ല കേട്ടോ. പുള്ളി പാല് കൊണ്ടുവന്നതാണ്, അത് അവർ അളക്കുവാണ് കേട്ടോ. ആ ബോട്ടിൽ എത്രത്തോളം പാലുണ്ടെന്ന്. ഏകദേശം 8 ലിറ്റർ അത്രയേ ഉള്ളൂ. അത് 80 ലിറ്റർ ആണോ? 8. ഇനി അത് അവര് അതിൽ സ്റ്റോർ ചെയ്യും. അടുത്ത സ്ഥലത്ത് വന്നപ്പോൾ പാല് കുപ്പി വെച്ചിട്ട് അവർ അതുപോലെ വെച്ചിട്ട് പോയിട്ടുണ്ട്. ഇവര് പാൽ കളക്ടിങ് ആണ് കേട്ടോ. ഇവര് ഹമ്പിന്റെ മുന്നിലാണ് ഞാൻ ലിഫ്റ്റ് അടിക്കുന്നത്. ഹമ്പിന്റെ മുന്നിലാണ് ഇവർ ഇതുപോലത്തുള്ള സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ ആളുകൾ നോട്ടീസ് ചെയ്യപ്പെടും, നിർത്തും, വാങ്ങും. നമ്മളിവിടുത്തെ ഏതൊക്കെ ഗ്രാമങ്ങളിലൂടെയൊക്കെ പോവാണ്. എനിക്ക് തോന്നുന്നു പാല് വാങ്ങാൻ വേണ്ടി, പാലല്ല പുള്ളിക്കാരൻ എന്തോ കൊണ്ടുകൊടുക്കാൻ വേണ്ടി വന്നതാണോ. ഇതുള്ള ഗ്രാമങ്ങളൊക്കെ നല്ല രസമാണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, ഭയങ്കര ഓർഡർ ആയിട്ടാണ് ഓരോ വീടുകൾ. എന്ത് വൃത്തിയുണ്ട് ഇവിടെ എല്ലാം. ഈ കാണുന്നതാണ് ഈ വില്ലേജിലെ ഒരു പഴയ പള്ളി എന്തോണ്. അതുപോലെ അവർ കാത്തു സൂക്ഷിച്ചിട്ട് ഈ കാണുന്നത് അവരുടെ ഒരു പ്രധാന ഒരു സെന്റർ പോലെ ഒരു സ്ഥലമാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു സ്റ്റേജൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ ഇവരുടെ കുഞ്ഞ് വില്ലേജ്. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാം അടപ്പാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്നും ആളുകളെ തന്നെ അങ്ങനെ അധികം കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ തർത്തിയ ഉണ്ടാക്കുന്ന കടയാണ്, കണ്ടില്ലേ. കോട്ടമല്ലയിൽ എല്ലാവരും കൈ കൊണ്ടാണ് ഇവരുടെ തർത്തിയ ഉണ്ടാക്കുന്നത്. ചില ആളുകൾ കാർ ഓട്ടിച്ച് വരെ തർത്തിയ ഉണ്ടാക്കി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കാർ ഓട്ടിച്ചോണ്ട് കാറിലിരുന്നിട്ട് ഡ്രൈവ് ചെയ്തിട്ട് തർത്തിയെ അടിച്ചടിച്ച് ഓട്ടിച്ചോണ്ട് പോകുന്നത്. ഇന്ന് ഞാൻ രാവിലെ കണ്ട സംഭവം. അടുത്ത പാലെടുക്കാനോ എന്തോ ആണ് നമ്മളിങ്ങനെ റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് ഏതോ നെയ്ബർഹുഡിലൂടെ ഇങ്ങനെ പോകുന്നത്. അടുത്ത വേറൊരു വില്ലേജാണ്. ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല വീടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഈ ബോർഡർ ഭാഗത്ത് ഞാൻ നല്ല അത്യാവശ്യം നല്ല ഗേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള നല്ല ഫെൻസ്ഡ് ആയിട്ടുള്ള നല്ല വലിയ വീടുകൾ കാണാൻ സാധിച്ചു. പാല് വണ്ടി പാൽക്കാരൻ ചേട്ടൻ എന്നെ അവിടെ ഇറക്കിയിട്ട് പോയി. അവർ അവിടം വരെ ഉള്ളൂ. ഞാൻ ഇനി ഒരു 4-5 കിലോമീറ്റർ ബോർഡറിലോട്ട് നടക്കണം. ഞാനിനി പോകുന്നത് എൽ സാൽവഡോർ എന്ന് പറയുന്ന രാജ്യമാണ്. എൽ സാൽവഡോർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ. എൽ സാൽവഡോർ ഫേമസ് ആവാൻ കാരണം, പണ്ട് ഫേമസ് ആവാൻ കാരണം, ഫേമസ് അല്ലായിരുന്നു, ആളുകൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കുഞ്ഞു രാജ്യം, ഡെൻസിറ്റി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള നല്ല ഡെൻസിറ്റി ഉള്ള ഒരു രാജ്യമാണ്. കാരണം കുഞ്ഞു രാജ്യമാണ്. ബട്ട് എൽ സാൽവഡോറിലെ ക്രൈമുകൾ കൊണ്ട് കുറച്ച് ആളുകൾക്ക് അറിയായിരുന്നു. ഭയങ്കര പേടിപ്പെടുത്തുന്ന രാജ്യമായിരുന്നു. ബട്ട് ഈ കടന്ന കുറച്ച് നാളുകളായിട്ട് എൽ സാൽവഡോർ കൂടുതൽ ഫേമസ് ആവാൻ കാരണം അവിടുത്തെ ഒരു പ്രസിഡന്റ് വന്നിട്ട് പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് അവിടുത്തെ ക്രൈം റേറ്റ് വളരെയധികം കുറഞ്ഞു. അല്ലെങ്കിൽ നല്ല പേടിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇപ്പം അങ്ങനെ അധികം പേടിക്കുകയൊന്നും വേണ്ട. ഇപ്പോൾ ധാരാളം ടൂറിസം
ഇത് കാരണം കൂടിയിട്ടുണ്ട് ഈ രാജ്യത്ത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഹോമിസൈഡ്, അതായത് നരഹത്യ, ലോകത്തിൽ വൺ ഓഫ് ദ കൂടുതൽ നരഹത്യ ഉള്ള ഒരു രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ എൽ സാൽവഡോർ. പക്ഷേ ഇപ്പോൾ വളരെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതായത് 1,00,000 പേരിൽ ഇപ്പോൾ 2.4 ആണ് റേറ്റ് വരുന്നത്. മുമ്പ് 10, 30, 40, 50 ഉണ്ടായിരുന്നു കേട്ടോ 1,00,000 പേരിൽ. ഇപ്പോൾ ഹോണ്ടുറാസ്, അതിൻ്റെ അടുത്തുള്ള ഹോണ്ടുറാസ് കുറച്ച് കൂടുതലാണ്, 10, 30 എന്തോ ഉണ്ട്. പിന്നെ ഗോട്ടമാലയും കുറച്ച് ക്രൈം റേറ്റ് ഈ ഒരു ഹോമിസൈഡ് റേറ്റിലൊക്കെ കുറച്ച് മുന്നിലാണ് നിൽക്കുന്നത് നരഹത്യ റേറ്റിൽ. ഇവിടെ ബോർഡറിൽ കുറേ ട്രക്കുകൾ നിരത്തിയിട്ടേക്കുക. ഓ, ഈ കാണുന്ന ബൈക്ക് റൈഡേഴ്സിൻ്റെ ഒരു ടീമാണല്ലോ. ഫുള്ള് റൈഡേഴ്സ് കേട്ടോ ഇവിടെ. ഹലോ, നമ്മുടെ ഹോണ്ടുറാസ് അല്ല, ഗോട്ടമാലയിലെ എക്സിറ്റിലോട്ട് പോവാണ്. നമ്മുടെ ബോർഡർ ഭാഗത്തോട്ട് നീങ്ങുക. ഇവിടെയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു ബോർഡറാണ് ഈ കാണുന്നത്. നമ്മുടെ ഗോട്ടമലയുടെ എക്സിറ്റ് ദോ ബിയൻവെനിദോ എൽ സാൽവഡോർ. അവിടെ നമ്മുടെ എൽ സാൽവഡോറിൻ്റെ എൻട്രിയാണ്. ഇവിടെ കുറേ ഡോളർ, ഇവിടെ എൽ സാൽവഡോറിൽ ഡോളറാണ് ഉപയോഗിക്കുന്നത്. 254, give me 30. No, I can't. I don't make that. I lost like that. 27 I'm gonna give you. 29. The last price, 29. No, 28. Last, 29. 28 for you. 29 for me. Ah, okay. Soy de India. Viajar. 29. 25. Finally, bye Guatemala and welcome to El Salvador. ഇവിടെ ബോർഡറും വിസയുടെ എമിഗ്രേഷൻ എല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ, ഈ ഒരു ചെറിയ സ്ഥലത്ത്. Right now migration movement we have been doing it for about 4 minutes and it's over. ഇവിടുത്തെ എമിഗ്രേഷൻ ഓഫീസറിന് എൻ്റെ ഇൻസ്റ്റാഗ്രാം വേണമെന്ന് ഞാൻ ചോദിക്കാതെ തന്നെ പുള്ളിക്കാരൻ എൻ്റെ ടീഷർട്ടിൽ നോക്കിയിട്ട് കേരളം എന്ന് ടൈപ്പ് ചെയ്ത് കേട്ടോ. കണ്ടില്ലേ എൻ്റെ ടീഷർട്ടിൻ്റെ ഒരു ഗുണം കണ്ടില്ലേ? ആളുകൾ കേരളം എന്ന് ഞാൻ പറയാതെ തന്നെ കേരളം വായിക്കുന്നുണ്ട്, കേരളം സ്പ്രെഡ് ആവുന്നുണ്ട്. It's my YouTube. Thank you, sir. Thank you. ഫൈനലി എൽ സാൽവഡോർ എന്ന് പറയുന്ന രാജ്യത്തോട്ട് ഞാൻ കയറുവാണ്. എൻ്റെ എമിഗ്രേഷൻ ഈസി ആയിട്ട് കഴിഞ്ഞു. അവർ ഓൾറെഡി എൻ്റെ സ്പെഷ്യലായിട്ട് എന്നെ എമിഗ്രേഷനിലോട്ട് അയക്കാതെ തന്നെ അവിടുത്തെ എമിഗ്രേഷനിൽ നിന്ന് അവരെന്തൊക്കെ എൻ്റെ ഫോട്ടോസ് എൻ്റെ എല്ലാം അവർക്ക് അയച്ചു കൊടുത്തു, ഇവരുടെ ആർക്കോ. എന്നിട്ട് അവർ വിളിച്ച് കൺഫേം ചെയ്തു. അങ്ങനെ ഫൈനലി വെൽക്കം ടു എൽ സാൽവഡോർ. പിന്നെ വേറൊരു കാര്യം, സാധാരണ എൽ സാൽവഡോറിൽ ഇതുപോലെ ട്രാൻസിറ്റ് ചെയ്ത് വരുന്നവർക്ക് $1,000, ഏകദേശം നമ്മുടെ നാട്ടിലെ 91,000 രൂപ എന്തോ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അല്ല. അപ്പോൾ 91,000 രൂപ എന്തോ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ അത് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എൽ സാൽവഡോറിൻ്റെ ഏതെങ്കിലും എംബസി പോയിട്ട് പ്രൂഫൊക്കെ കാണിച്ചു കൊടുക്കുക, ഹോട്ടൽ ബുക്കിംഗ്, ഫ്ലൈറ്റ് എല്ലാം കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അവരൊരു സ്പെഷ്യൽ വിസ ആയിട്ട് തരും. അൺലിമിറ്റഡ് വിസയാണ്, ലൈഫ് ലോങ് മുഴുവനുണ്ട്, അണ്ടിൽ ദ അംബാസിഡർ ചേഞ്ച്. ആ വിസ തന്ന അംബാസിഡർ ഏത് ഡിപ്ലോമാറ്റിക് സ്ഥലത്തുനിന്നാണ് തന്നാൽ അവിടെ നിന്ന് അവർ ചേഞ്ച് ചെയ്യുന്നവരെ നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇപ്പോൾ എനിക്ക് 180 ദിവസത്തിൻ്റെ വിസ അടിച്ച് തന്നിട്ടുണ്ട്. ബോർഡർ ഏതോ ഒരു മലയിലുള്ള ഒരു ബോർഡറാണ്. ബോർഡറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെയുള്ള ആളുകൾ പുപ്പൂസ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പുപ്പൂസയാണ് ഇവിടുത്തെ പ്രധാന ഇവരുടെ ലോക്കൽ പ്രാദേശിക ഭക്ഷണം. ഈ കാണുന്നതാണോ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്? ഇത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണെന്ന് തോന്നുന്നു കേട്ടോ. എൽ സാൽവഡോറിലെ എൻ്റെ ആദ്യത്തെ ലിഫ്റ്റ്. വെൽക്കം ടു എൽ സാൽവഡോർ. എൽ സാൽവഡോറിലും നമ്മുടെ നാട്ടിലെ ഓട്ടോ ഉണ്ട്, പിന്നെ ബൈക്കുകളാണ് കേട്ടോ ഇവിടെ കൂടുതൽ. പയ്യന്മാരൊക്കെ ബൈക്കുകൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഹെൽമെറ്റ് ഉപയോഗിക്കുന്നു. ഈ സംഭവം ഞാൻ ഗോട്ടമലയിൽ കാണാനായിട്ട് സാധിച്ചില്ല, ഹെൽമെറ്റ് ഉപയോഗിച്ച് വണ്ടി ഓട്ടിക്കുന്നത്. എന്നെ എൽ സാൽവഡോർ ഇംപ്രസ് ചെയ്യുകയാണ് കേട്ടോ. ആളുകളെല്ലാവരും 2 ഹെൽമെറ്റൊക്കെ വെച്ച് ഓട്ടിക്കുന്ന കാഴ്ച. ഇവിടെ ആക്ച്വലി $ആണ് ഉപയോഗിക്കുന്നത് എൽ സാൽവഡോറിൽ. 2001 മുതൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഡോളറാണ് കേട്ടോ അവർ ഇവിടെ കറൻസി ആയിട്ട് ഉപയോഗിക്കുന്നത് എൽ സാൽവഡോറിൽ. മാത്രമല്ല ഇവരുടെ പ്രധാന ഒരു പങ്കാളിയും യുണൈറ്റഡ് സ്റ്റേറ്റ് തന്നെയാണ്. ഇവരുടെ ട്രേഡ്, പിന്നെ ഇവരുടെ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയുള്ള എഗ്രിമെൻറ്റ്,
കുറേ ട്രേഡ് US നിന്നാണ് നടക്കുന്നത്. അങ്ങനെ കുറേ സംഭവങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് കേട്ടോ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഇവരുടെ പ്രധാന അലയെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഇതാ ഓട്ടോകൾ, കുറേ ഓട്ടോകളുണ്ട്. നമ്മുടെ ഓട്ടോകൾ ധാരാളം ഉണ്ട് ഇവിടെ. പിന്നെ ഹോണ്ടുറാസും ഗോട്ടമലയും പനാമയൊക്കെ ഇവരുടെ ചെറിയൊരു ബയലാറ്ററൽ റിലേഷനിലൊക്കെ ഉണ്ട്. ഗോട്ടമലയായിട്ട് ഇവർ സെക്യൂരിറ്റിയുടെ രീതിയിലുള്ള ഇവർക്ക് റിലേഷൻ ഉണ്ട്. അതായത് കൺട്രിയുടെ സെക്യൂരിറ്റിക്ക് ഇവിടെ ആക്ച്വലി ഭയങ്കര സുരക്ഷിതത്വം അല്ലായിരുന്ന രാജ്യമായിരുന്നു. ഇപ്പം പെട്ടെന്ന് സുരക്ഷിതത്വമായിട്ട് മാറി. അതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ പ്രസിഡന്റ് തന്നെയാണ്. ഇവിടെ ഭരിക്കുന്നത് പ്രസിഡൻ്റാണ് കേട്ടോ. ഈ കാണുന്നത് മെപ്പാത്താൻ എന്ന് പറയുന്ന ഒരു ടൗൺ ആണ്. പോളോ കമ്പസ്റ്ററെ, പോളോ എന്ന് പറഞ്ഞാൽ പോളോ അല്ല പോയോ എന്ന് പറഞ്ഞാൽ ചിക്കൻ, ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഒരു ഷോപ്പാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫേമസ് ആണെന്ന് തോന്നുന്നു. ഓട്ടോയാണ് ഇവരുടെ പ്രധാന. ഓട്ടോയ്ക്ക് ഇവിടെയും നമ്പറുകളുണ്ട്. ഇവിടെ കണ്ടില്ലേ പട്ടാളക്കാരന്മാർ, സെക്യൂരിറ്റി ഇവർ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ വിജിലൻ്റ് ചെയ്യുന്നത് എല്ലായിടത്തും. അതായത് ഇവിടെ ഏറ്റവും വലിയൊരു ജയിലുണ്ട്. ആ ജയിലെന്ന് പറയുന്നത് അമേരിക്കയിലെ ഏറ്റവും വലിയ കപ്പാസിറ്റി ഉള്ള ജയിലെന്നാണ് പറയുന്നത്. ഏകദേശം 40,000 പേരോളം ആ ഒരു ജയിലിൻ്റെ അകത്ത് ഇവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. 40,000 പേര് കേട്ടോ. അപ്പോൾ ആ ഒരു ജയിലിലെ വീഡിയോകളായിരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ളത്. കുറേ ടാറ്റു ഒക്കെ അടിച്ചിട്ടുള്ള. ഹലോ, ഞാൻ ലിഫ്റ്റ് അടിക്കുകയാണ്. ഞാൻ എപ്പോഴും ഹമ്പിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഹലോ ഹലോ ഓക്കെ, ഞാൻ കാര്യം പറയാം. 40,000 പേരുള്ള ഒരു ഏറ്റവും വലിയ ജയിൽ, അമേരിക്കയിലെ ജയിൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കോണ്ടിനെന്റിലെ ഏറ്റവും വലിയ ജയിൽ ഈ രാജ്യത്താണ്. അവിടെ ഇവർ ഈ അവസാനത്തെ പ്രസിഡന്റ്, ഇപ്പോൾ ഉള്ള പ്രസിഡന്റ് വന്നിട്ട് പുള്ളിക്കാരൻ കുറേ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള നിയമങ്ങൾ കാണുമല്ലോ. ഈവൻ ക്രിമിനൽസിനെതിരെ വരും, അവരെ നല്ലപോലെ പിടിക്കണം, അങ്ങനെ വെറുതെ ട്രയലൊന്നും ഇല്ലാതെ പിടിക്കാനൊന്നും പറ്റില്ല, നിയമം തെളിയിക്കണം. ഇതൊക്കെ പുള്ളിക്കാരെ എടുത്തു കളഞ്ഞു. പുള്ളിക്കാരൻ്റെ പവർ വെച്ച് കുറേ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഒക്കെ എടുത്തു കളഞ്ഞിട്ട് പുള്ളിക്കാരനെ എല്ലാ ക്രിമിനൽസിനെയും എല്ലാ ഗ്യാങ്സിനെയൊക്കെ പിടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് എല്ലാവരെയും പിടിച്ച് ജയിലിലിട്ടു. ഹലോ, എനിക്കൊരു ലിഫ്റ്റ് കിട്ടി. കളിപ്പിക്കണാണോ? Gracias, amigo. Thank you. Do you speak English? A little bit. Oh, okay. Hi, thank you so much. ഇവിടെയുള്ള ആളുകളുടെ മുഖം കണ്ടില്ലേ? ഇവിടുത്തെ ഉള്ള ഒരു ആളുകളുടെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഇവർ പഴയ ഇൻഡിജിനസ് ആളുകളും പിന്നെ പുറത്തുനിന്ന് കോളനൈസേഷൻ്റെ ഭാഗമായിട്ട് വന്ന ആളുകളും തമ്മിലുള്ള ഒരു സംഘടന ഇനം. അതാണ് ഇവരുടെ കൂടുതൽ പോപ്പുലേഷൻ. It's more dangerous. Yes. Oh. അതായത് പുള്ളിക്കാരൻ പറയുന്നത് സത്യമാണ്. അതായത് എൽസാൽവഡോർ ആയിരുന്നു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു രാജ്യങ്ങൾ, ഈ ഗ്യാങ് ഒക്കെ ഉള്ള രാജ്യങ്ങൾ. ബട്ട് ഈ പുള്ളിക്കാരൻ പ്രസിഡന്റ് വന്നപ്പോൾ, വാട്ട്സ് യുവർ പ്രസിഡന്റ് നെയിം? ബുക്കാറ. യുവർ പ്രസിഡന്റ് നെയിം? സെൻ ബുക്കാലെ അങ്ങനത്തെ ബുക്കാലെ എന്നാണ് പറയുന്നത്. പുള്ളി വന്നതിന് ശേഷം ഈ ഗ്യാങ്ങുകളെല്ലാം അടിച്ച് പിടിച്ച് അവർ ജയിലിലിട്ടു. അതിനുശേഷം ഇവിടെ ഗ്യാങ്ങിൻ്റെ ഇതൊക്കെ കുറഞ്ഞു, ഇവിടെ ക്രൈം റേറ്റ് കുറഞ്ഞു. അപ്പോൾ ഈ ക്രൈം ചെയ്യുന്ന ആളുകളെല്ലാം ഇപ്പോൾ ഹോണ്ടുറാസിൽ പോയി, ഗോട്ടമലയിൽ പോയി. കാരണം അപ്പോൾ ഇവർ ആ രാജ്യത്തോട്ട് പോകുമ്പോൾ ആ രാജ്യത്ത് ഇത്രയും പ്രശ്നമല്ല, ഇവിടെ സേഫ് ആക്കാൻ വേണ്ടി ഇവിടെ പുള്ളിക്കാരൻ ഇങ്ങനെ ചെയ്തപ്പോൾ ഇവിടെ ഉള്ള ക്രിമിനൽസ് എല്ലാം ഈ രാജ്യം വിട്ടു കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് രാജ്യം ഹോണ്ടുറാസ് പോകുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. Every day 10 to 20 people die? Yes, or more people. ദിവസം 10-20 അതിൽ കൂടുതൽ ആളുകൾ മുമ്പ് മരണപ്പെടുമായിരുന്നു. അതായത് ഒരു 10 വർഷം മുന്നേ. ഈ 2019 ആക്ച്വലി ഈ പുള്ളിക്കാരൻ വന്നതെന്ന് തോന്നുന്നു. പിന്നെ 2022 ശേഷമാണ് ഈ പുള്ളിക്കാരൻ എല്ലാ ക്രിമിനൽസിനെയൊക്കെ പിടിച്ച് ഭയങ്കര സേഫ്റ്റി ആക്കിയത് ഈ രാജ്യത്തിന്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ജയിലാണ് കേട്ടോ. ജയിലിന്റെ മതിലാണ് നിങ്ങൾ കാണുന്നത്. I think now there are many prison in this country. I don't remember the name. Sorry? La Granja. La Granja എന്നാണ് കേട്ടോ ഈ പ്രസിഡന്റ് പേരെന്തോ. പ്രസിഡന്റ് പുറത്ത് കുറേ ഫാമിലീസ് ഒക്കെ നിൽക്കുന്നുണ്ട്. മറ്റേ പ്രസിഡന്റ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ അമേരിക്കൻ കോണ്ടിനെന്റിലെ ഏറ്റവും വലിയ പ്രസിഡന്റ്, 40,000 പേരെ ടൈറ്റ് സെക്യൂരിറ്റി വെച്ച് ഉൾക്കൊള്ളാൻ പറ്റുന്ന പ്രസിഡന്റ്. അവിടെ ഫാമിലിയൊക്കെ ഒന്നും പോകാൻ പറ്റില്ല, ആർക്കും അങ്ങനെ പോകാൻ പറ്റില്ല. എന്നാലും കുറച്ച് പേരൊക്കെ പോയി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ യൂട്യൂബേഴ്സൊക്കെ വലിയ പ്രമുഖരായിട്ടുള്ള. ഞാനും ഇവരുടെ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിന് ഒരു ഇമെയിലൊക്കെ അയച്ചിട്ടുണ്ട്, എനിക്ക് പറ്റുമെങ്കിൽ ആ ഒരു ജയിലിലൊക്കെ പോയി വീഡിയോ ചെയ്യാനായിട്ട്.
അപ്പം അറിയില്ല, അതിന് വളരെ ചാൻസ് കുറവാണ്. അതിന് ഹൈ ലെവൽ ഹോൾഡൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അമേരിക്കയുമായിട്ട് ഉള്ള റിലേഷൻ കാരണം അമേരിക്കയിലുള്ള കുറേ പ്രിസണേഴ്സിനെയും അവർ ഈ കാണുന്ന പ്രിസണിൽ, അതായത് നമ്മുടെ ഈ വലിയ പ്രിസണിലോട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അമേരിക്കയിലുള്ള കുറേ ക്രിമിനൽസ് ഇവിടെ കിടപ്പുണ്ട്. Santa Ana to jail. Yes. Okay. So all separate. ആണുങ്ങളും പെണ്ണുങ്ങൾക്കും വേറെ വേറെ ജയിലുകളാണ് കേട്ടോ ഈ രാജ്യത്തുള്ളത് എന്നാണ് പുള്ളി പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ വലിയ പ്രസിഡന്റ് ഇതിൽ ഈ ഒരു രാജ്യത്തിൻ്റെ തലവൻ പ്രസിഡന്റിന് വലിയ ക്രിറ്റിസിസം, കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുള്ളിക്കാരൻ നല്ലത് ചെയ്തെങ്കിലും ജയിലിലുള്ള എന്താ പറയുക, കറക്റ്റ് മനുഷ്യന് വേണ്ട ആവശ്യമില്ല കിട്ടാത്ത സാധനങ്ങൾ, അതായത് കുറേ റൈറ്റ്സ് ഇല്ല, കുറേ ശുചിത്വമില്ല, ഇത്രയും ആളുകളെ കുഞ്ഞു പ്രസലിൽ ഇങ്ങനെ കോഴിയെ അടച്ചിട്ടയ്ക്കുന്ന പോലെ ഇട്ടയ്ക്കുന്നത്. അപ്പം അങ്ങനെ കുറേ ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷനിൽ നിന്നൊക്കെ വേൾഡ് വൈഡ് കുറേ പ്രഷറുണ്ട്, കുറേ ക്രിറ്റിസിസം ഉണ്ട് ഈ ഒരു ഗവൺമെൻറ്റിനെതിരെ. 5 കിലോമീറ്ററിനുള്ളിൽ അടുത്ത ഈ രാജ്യത്തിലെ ഈ ഒരു നഗരത്തിലെ ജയിലാണ് കേട്ടോ. നമ്മൾ സാന്റാ ആന എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. ഫുള്ള് പ്രശ്നമാണ്. നമ്മുടെ പ്രശ്നമെല്ലാം വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. പുള്ളി നമ്മുടെ ബ്രോ എവിടെയോ പോവാണ് കേട്ടോ. ബ്രോ ആക്ച്വലി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. നല്ല രസമുള്ള കളർഫുള്ളായിട്ടുള്ള സ്ട്രീറ്റുകൾ, ഇവിടുത്തെ പഴയ ബിൽഡിങ്ങുകളൊക്കെയാണ് കേട്ടോ. പല കളറായിട്ടുള്ള നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ സ്പാനിഷ് ആർക്കിടെക്ചറാണ്. ഇവിടെ ആക്ച്വലി 1500 കാലഘട്ടങ്ങളിൽ സ്പെയിനിൽ നിന്ന് അവർ കുടിയേറി വന്ന് ഇവരെ കോളനൈസ് ചെയ്തു. ഇവർക്ക് കത്തോലിസമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഇവരെ അടക്കി ഭരിച്ചു. പിന്നീട് ഏകദേശം 1800 ശേഷമാണ് ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. സ്വാതന്ത്ര്യം കിട്ടിയപ്പം ഈ കാണുന്ന രാജ്യം സെൻട്രൽ അമേരിക്കൻ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. സെൻട്രൽ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു റിപ്പബ്ലിക് ഉണ്ടായിരുന്നു. പിന്നീട് 1900 കുറച്ച് മുന്നേ പിന്നെ ഇവർ അതിൽ നിന്ന് മാറിയിട്ട് സ്വന്തമായിട്ട് ഇവരുടെ രാജ്യം, അതായത് എൽ സാൽവഡോർ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചു. ഇതിവിടുത്തെ ഒരു സെൻട്രൽ ഭാഗവും മാർക്കറ്റൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ സാൻ സാൽവഡോറിലെ ഒരു മുനിസിപ്പൽ ഓഫീസാണ് ഈ കാണുന്നത്. കണ്ടേ, ഇവിടുത്തെ ഇവരുടെ ഫ്ലാഗ് കണ്ടോ. ഒഫീഷ്യൽ ഫ്ലാഗും ഇവരുടെ നോർമൽ ഫ്ലാഗും ഉണ്ട്. നടുക്ക് ട്രയാങ്കിൾ വരുന്നതാണ് ഇവരുടെ ഒഫീഷ്യൽ ഫ്ലാഗ്. നല്ല രസമുള്ള ബിൽഡിങ്ങുകൾ കേട്ടോ. ഇതാണ് ഇവരുടെ സെൻട്രൽ പാർക്ക്. എനിക്ക് അവസാനം ഒരു പട്ടിക്കുട്ടിയെ ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. പട്ടിക്കുട്ടി വാ, ഓടി പോകുമെന്തോ, ഇങ്ങോട്ട് വന്നേ. കഴിക്കൂലല്ലോ, കുഴപ്പമില്ല. അനുസരണമുണ്ട്. അതായത് എന്നെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന പുള്ളിയുടെ പട്ടിക്കുട്ടിയാണ്. പുള്ളി പട്ടിക്കുട്ടിയെ തന്നിട്ട് കടയിൽ പോയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ എൽ സാൽവഡോർ എന്ന് പറയുന്ന രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ സിറ്റിയാണ്. ഇത് ഭയങ്കര ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഇവിടുത്തെ കുറേ പഴയ ബിൽഡിങ്ങുകൾ, ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സെൻട്രൽ പാർക്കാണ്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ സീഡ് കച്ചവടമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ പണ്ട് ഭീമാപ്പള്ളിയിലൊക്കെ സി ഡി എടുക്കുന്ന പോലെ ഇവിടെ താണ്ട് സി ഡികൾ വിൽക്കുന്ന കടകളാണ്. ഇവിടെ അടുത്ത് സുവനീർ ഷോപ്പുകളുണ്ട്, ഫ്രൂട്ട്സ്, പിന്നെ ഇവരുടെ സ്ട്രീറ്റ് ഫുഡുകൾ, അതിൻ്റെ കടകളൊക്കെയാണ് ഇവിടെ. ഇവിടെ മിക്ക നഗരങ്ങളുടെ അല്ലെങ്കിൽ മിക്ക ടൗണുകളുടെ സെൻറ്ററുകളിലും ഒരു പാർക്കും കാണും. പാർക്കിനോടനുബന്ധമായിട്ട് ഒരു കത്തീഡ്രലും കാണും. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പഴയ വലിയൊരു കത്തീഡ്രലാണ് കേട്ടോ. ഇവിടെ കൂടുതലും റോമൻ കത്തോലിക് ആളുകളാണ്. സ്പെയിനുകാർ ഇവിടെ കോളനൈസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അവർ പ്രീച്ച് ചെയ്തിട്ടുള്ള ഒരു റിലീജിയനാണ്. പിന്നെ ഇവിടെ കുറച്ച് ഇവാഞ്ചലസ് ആയിട്ടുള്ള ആളുകളും കുറച്ചുണ്ട്. അത് നല്ല മനോഹരം കേട്ടോ. ഇവിടെ ഇന്ന് സൺഡേ എല്ലാവരും വന്നിരുന്നിട്ട് ഇവിടെ പാർക്കിലിരിക്കുന്ന കാഴ്ചയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ ബിൽഡിങ്ങുകളാണ് എന്നെ കൂടുതൽ ഇതാക്കുന്നത്. പിന്നെ അഫ്കോഴ്സ് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡിൻ്റെ കടകളും സ്ട്രീറ്റ് ഭക്ഷണങ്ങളും. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സെൻട്രൽ പാർക്ക്. ഇതാണ് നമ്മുടെ എൽ സാൽവഡോറിൻ്റെ ഇവരുടെ ചിഹ്നമാണ് കേട്ടോ, ആ ട്രയാങ്കിള്. നമ്മുടെ 1900 നിർമ്മിച്ച ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ് കാണുന്നത്. ഇതാണ് പട്ടിക്കുടിയുടെ മുതലാളി. ഹായ് ബ്രോ.
Hi. Nice to meet you, Luca. Sorry, Luis. Sorry. Nice to meet you. Luis ആണ് കേട്ടോ എന്നെ ഹോസ്റ്റ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ ഹോസ്റ്റിംഗ് മീ. സോ ദിസ് ബസ് വി ആർ ഗോയിങ് ടു ടേക്ക് ടു യുവർ ഹൗസ്. ഈ കാണുന്ന ബസ്സിൽ നമ്മൾ പുള്ളിയുടെ വീട്ടിലോട്ട് പോകുന്നു. ഈ കാണുന്നതിന് 20 സെൻസ് ആണ് കേട്ടോ. 20 സെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 20 രൂപയൊക്കെയാണ് ബസ്സിൻ്റെ വില വരുന്നത്. നല്ല രസമുള്ള ബസ്, പണ്ടത്തെ അമേരിക്കൻ ബസ്സുകളാണ് കേട്ടോ. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള ബസ്സുകളാണ്. ബസ് ഓൾമോസ്റ്റ് ഫുള്ളാണ്. നല്ല രസമുള്ള ബസ് കേട്ടോ. ഈ കാണുന്ന അവർ നമ്മുടെ ഗ്രാഫിക്സ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഗ്രാഫിക്സിൻ്റെ നമ്മൾ പണ്ട് സൈക്കിളിലൊക്കെ ഇതുപോലത്തെ സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പേരയ്ക്ക, നമ്മുടെ ബദാമിൻ്റെ മരം എല്ലായിടത്തും കാണാൻ സാധിക്കും. നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പൊട്ടിച്ച് കഴിക്കുന്ന സാധനം ഉണ്ടല്ലോ, ബദാം. നല്ല കാമായിട്ടുള്ള സ്ട്രീറ്റുകൾ. ഇവിടുത്തെ ഒരു കത്തോലിക്കൻ പള്ളിയുടെ അകത്താണ് കേട്ടോ ഞാൻ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവരുടെ റൂമുകൾ ഇവർ റെൻറ്റിന് കൊടുക്കും കേട്ടോ, താമസിക്കാനായിട്ട്. ചർച്ചിൻ്റെ അടുത്തുള്ള റൂമുകൾ, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഈ കാണുന്ന നമ്മുടെ പള്ളിയുടെ റൂമുകളാണ് കേട്ടോ അവർ വാടകയ്ക്ക് കൊടുക്കുന്നത്. ഇവിടെയുള്ള കുറേ റൂമുകളിലെ ഇവരുടെ വാഷ്റൂമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള വാഷ്റൂമാണ്. When I work. You were working? Yeah, I work in hotel. Okay. A lot of Indians work in the hotel. ഞാനിവരെ ഇവിടെയുള്ള ചർച്ചിൻ്റെ അടുത്തുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ. ഹലോ. Hello. How are you? I'm good. How are you? Hello. Buenas tardes. ഇവിടെ കുറേ ആളുകളുണ്ട് കേട്ടോ, നല്ല കമ്പനിയാണ്. അവർക്ക് ഞാൻ ബെൽസീന്ന് കൊണ്ടുവന്ന മുട്ടായൊക്കെ കൊടുത്തു. യു ലൈക്ക് ഇറ്റ്? I like it, yeah. You like it? Too much. It's very sweet. Yeah. ബെൽസീന്ന് കൊണ്ടുവന്ന മധുരമുള്ള ഒരു കോക്കനട്ടിൻ്റെതാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. Buenas tardes. César. César. En inglés, my name is César, en inglés César. César. ¿Qué les pasa? No, Spanish, no English. No problem. Me, no Spanish. No Spanish. Poquito. എല്ലാവരും നല്ല ഫ്രണ്ട്ലി കേട്ടോ, നല്ല കമ്പനി. This my language. Bala. My language. Sur India. Soy de India, Sur India. Sur India. Mucho gusto. Sorry, muchas gracias. Okay. Okay, yeah. Muchas gracias. No, mucho gusto, muchas gracias. ചില സമയത്ത് എൻ്റെ സ്പാനിഷ് എനിക്ക് എന്നെ തെറ്റിപ്പോകുന്നു കേട്ടോ. നല്ല ആളുകളായിട്ടോ. ഇവർ ചർച്ചിൻ്റെ അണ്ടറിൽ വരുന്ന ആൾക്കാരാണ്. ഇവർ പ്രാർത്ഥനയ്ക്കൊക്കെ വേണ്ടി വന്നതാണ്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇവർ ഭക്ഷണമൊക്കെ കഴിച്ച് ചായ കുടിച്ചിട്ട് അവർ വീട്ടിലോട്ട് പോകും. സുർ ഇന്ത്യ, കേരള. Natural, ¿va? Yeah, natural. Kerala natural. എൻ്റെ ടീഷർട്ടിനെ നോക്കിയിട്ട് പറയാം കേരളത്തിനെ കുറിച്ചൊക്കെ. Maybe 1 week, 2 weeks. 1 or 2 weeks, yeah. What is? Huh? Chocolate. Oh, chocolate. Muchas gracias. ¿Quién tiene su traducción ahí? ¿Tiene traductor ahí? ¿Ah? ¿Es traductor? Cámara. 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 El chocolate, pásenlo. Chocolate person. No, ahí queda. Va a volver ante la hermana Emma otra vez. ഓ, ഇങ്ങനെ കറക്കി കൊടുക്കണം കേട്ടോ ഇവര് ചോക്ലേറ്റ്. ഓ, കൊള്ളാലോ. ഇങ്ങനെ കറക്കി അങ്ങോട്ട് കൊടുക്കാം. This is mine. It's yours. It's mine. No, pero ahí está
Burger King. No Burger No King. pollo campero. Pupusa. 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 So okay. Then bus me no bus. Avendon. Aventón. But Ray. yeah, right. But San Salvador, okay, $1 okay. $1 okay. Thank Mucho you. me no. I love you. Okay. So me mucho no money. When you return to India, how you do? She speak good English. No, a little bit. More English than me. No. 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 More than me, maybe. More than me. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആട്ടോ, ഭയങ്കര കമ്പനി. എനിക്ക് താണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ കോയിൻ ഇതില്ലേ, അതൊക്കെ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു. എൻ്റെ ഹോസ്റ്റ് റൂമിൻ്റെ അകത്ത് കിടന്നുറങ്ങുക. സത്യത്തിൽ എൻ്റെ ഹോസ്റ്റിൻ്റെ റൂം ഒരു കുഞ്ഞു റൂം, പട്ടിയുടെ നാറ്റം എടുത്ത് എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ അതുകൊണ്ട് ഇവിടെ വന്ന് ഇവരുടെ കൂടെ കമ്പനി അടിച്ചിരിക്കുകയാണ്. പുള്ളി റൂമിൽ കിടന്നുറങ്ങുവാണ്. ഇവരെനിക്ക് ഇവരുടെ തർത്തിയ ഓഫർ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ തർത്തിയ? ഇതാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. തർത്തിയ Corn. കോൺ. CORN. യെസ്, കോണും. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ബണ്ടിൽ ചീസ് കൊണ്ടുവന്ന് തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ചീസ് വേണ്ടാന്ന് കേട്ടോ. ഇതാണ് $1 para comida, $1 para transporte, $1 para dormir. Y si no tienes los $3, duerme donde le toque. ¿Cómo Jesús? കേട്ടോ, കുഴപ്പമില്ല, അധികം വലിയ രസമില്ല. എൻ്റെ അടുത്ത് പറയാം കല്യാണം കഴിച്ചില്ലേ ഇത്, പുള്ളിക്കാരിയെ കെട്ടാനൊന്നും അടുത്തോ. ഡോട്ടർ, Yeah. ബേബി. No, she's mother de Carlita. It's a mother. മാത്രേ ബേബി. ആ ഓ മോളാണ് കേട്ടോ. ഓക്കെ. Usted es el yerno. ആ അമ്മായി ആക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. Yerno, dice, yerno. എനിക്ക് 25 വയസ്സെന്ന് പറഞ്ഞു, പുള്ളിക്കായിരിക്കും 25 വയസ്സാണ് കേട്ടോ. അപ്പോൾ ഇവർ ആഘോഷിക്കുകയാണ് കേട്ടോ. നോ todo India, just only sur India, En esa isla. estado Kerala, only Hindi. no Hindi, this Malayalam, bla 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 bla, Malayalam. Como un dialecto va. Norte India Hindi, Norte India, sur Kerala estados me yo bla 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 bla. But Italian nation is English, the first language. Okay. Same India, yeah. Similar. Yo El Salvador, Ajá. me Salvadoria. Usted de India. അവർ പറയാം കളറൊക്കെ സേഫ് ആണെന്ന്. My name is Cesar. Nice to meet you, Caesar. Nice to meet you too. Nice to meet you, ma'am. എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. Cesar. Pleasure. Yeah, it was a pleasure. Muchas gracias. Ahí viene ya su amigo, your friend. Yeah, my amigo. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോവാ അള്ളാഹ് ബ്ലസ് ചെയ്യുന്നു. കാരണം നമ്മൾ മതങ്ങളെയൊക്കെ കുറിച്ച് സംസാരിച്ചു. ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടുത്തെ പ്രസിഡന്റ് മുസ്ലിമാണ്. പ്രസിഡന്റിൻ്റെ ഫാദർ ഇവിടുത്തെ മുസ്ലിം അസോസിയേഷൻ്റെ നേതാവ് എന്തോ ആണ് കേട്ടോ, എൽ സാൽവഡോറിലെ ഇവിടുത്തെ പ്രസിഡന്റ്. ഞാൻ ആക്ച്വലി വിചാരിച്ചു പ്രസിഡന്റിനെ കുറിച്ച്, പക്ഷേ പ്രസിഡന്റിൻ്റെ മതമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും പോവാണ് കേട്ടോ. Cuídese mucho. അയ്യോ, എല്ലാവരും കമ്പനി. ആ അമ്മയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടു ആക്ച്വലി കേട്ടോ. കുറേ നേരമായിട്ട് അമ്മ എൻ്റെ അടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാവം എൻ്റെ അടുത്ത് ലാസ്റ്റ് ടിക്ടോക്കൊക്കെ കാണിച്ചു തന്നു, കുറേ വീഡിയോസൊക്കെ കാണിച്ചു തന്നു. അമ്മയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഹോസ്റ്റലിൻ്റെ അവിടെ ഞാനൊന്ന് സിറ്റി കറങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ നിങ്ങൾക്ക് സിറ്റിയുടെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടെയുള്ള വീടുകളൊക്കെ ശ്രദ്ധിച്ചോ, മിക്ക വീടുകൾക്കും റൂഫിങ് ഓടാണ് കേട്ടോ. അതിൻ്റെ പ്രധാന കാരണം ഇവിടെ ധാരാളം മഴ പെയ്യും. പിന്നെ പണ്ട് മുതൽ അങ്ങനത്തെ ആയതുകൊണ്ട് ഇവരുടെ ഒരു റൂഫിംഗ് ടെക്നോളജി ഇങ്ങനെയാണ്. മാത്രമല്ല ഇവിടെ ധാരാളം വോൾക്കാനുകളുണ്ട്. എപ്പോഴും ഭൂകമ്പമൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ പെട്ട ഒരു രാജ്യം കൂടിയാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം ഓടിട്ട ബിൽഡിങ്ങുകളാണ്. നല്ല രസമുള്ള ബിൽഡിങ്ങുകൾ കേട്ടോ. എല്ലാം കാണുന്ന സ്ട്രീറ്റൊക്കെ എന്ത് രസം.
നമ്മുടെ ലൂയിസ് ഒരു ടൂർ ഗൈഡാണ്. പുള്ളിയെ വെയിറ്റ് ചെയ്ത് കുറേ ആൾക്കാർ ഇവിടെ കത്തീഡ്രലിന് മുന്നിൽ നിൽപ്പുണ്ട്. ഇവിടുത്തെ കത്തീഡ്രൽ വളരെ ഫേമസ് ആണ്. ഇവിടെ കുറേ ആളുകൾ കണ്ടല്ലോ. ലൂയിസ് ബ്രോനെ സഹായിക്കാനായിട്ട് ഞാൻ ഈ പട്ടിയെ കൊണ്ട് നടക്കുവാണ്. ഇവരുടെ കൂടെ ഞാനും ഇവരുടെ ഇൻഫർമേഷനൊക്കെ കേട്ട് നടക്കും. ഇവിടെ എൽ സാൽവഡോറിയൻ ഭക്ഷണമാണ് കേട്ടോ. ഇവിടെ കുറേ ആളുകൾ പ്രാവിന് വന്നിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കണം കേട്ടോ ഇത്രയ്ക്ക് തിരക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പാർക്ക് ഫുള്ള് ആളുകളാണ്. അമ്മൂമ്മമാർ, അപ്പൂപ്പന്മാർ, കുട്ടികൾ, ഫാമിലി ആയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുന്നവർ. ഇവിടെ നല്ല സ്ട്രീറ്റ് ഫുഡുകൾ ധാരാളം അവൈലബിൾ ആണ് ഈ കാണുന്ന ഭാഗത്തെല്ലാം. പട്ടിയോക്കിക്ക് എൻ്റെ അമ്മ. ഇവിടെ ആ കാണുന്ന ഒരു കുരിശ് വെച്ച ആ മലയിലെ ആ മലയൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കാർട്ടലൊക്കെ കൺട്രോൾ ചെയ്തിരുന്ന ഏരിയകളായിരുന്നു. 2022 ഇവിടുത്തെ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഇതിൽ അവിടെയൊക്കെ പോയി അവിടെയുള്ള കാർട്ടലിനെ എല്ലാം പിടിച്ചുകൊണ്ട് ജയിലിലിട്ടു. ഇപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഹൈക്കിംഗ് പോയിൻ്റാണ് കേട്ടോ. ടൂറിസ്റ്റുകളൊക്കെ വന്ന് സുഖമായിട്ട് പോകുന്ന ഒരു ഏരിയയാണ്. അല്ലെങ്കിൽ പണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ യാത്ര ചെയ്യാൻ എല്ലാത്തിനൊക്കെ പേടിയായിരുന്നു. കാർട്ടൽസ്, അവർ ഇവർ നൊട്ടോറിയൽസ് ആയിട്ടുള്ള ഗ്യാങ് ക്രിമിനൽ. ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല. അതാ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഹിഡൻ കോഫി ഷോപ്പാണ് കേട്ടോ. പണ്ടത്തെ ഇവരുടെ കാർട്ടൽ അല്ലെങ്കിൽ ഗാങ്സ്റ്റേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ദാണ്ടെ നോക്ക് ദ ഡോർ തുറന്ന് അടിച്ചാൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഇവിടെ ഈ കാണുന്നത് സീക്രട്ട് ബാറുകളാണ് കേട്ടോ. അതായത് പണ്ട് ഇവിടെ കുറേ ഇങ്ങനെ ഗ്യാങ്സ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആളുകൾക്ക് സുരക്ഷിതമായിട്ട് ബാർ ആസ്വദിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതുപോലുള്ള സീക്രട്ട് ബാർസുകളുണ്ട്. ആളുകൾ വന്നിട്ട് അവിടുത്തെ ബെല്ലടിക്കുമ്പോൾ ഇവർ ദാണ്ടെ ഈ ക്യാമറയിൽ കൂടെ നോക്കും ആരാണ് വന്നത്. എന്നിട്ട് നല്ല ആളുകളാണ്, വേറെ ഗ്യാങ്സ്റ്റേഴ്സൊന്നും അല്ലെങ്കിൽ ഇവർ തുറന്നു കൊടുക്കും. അതിന് വേണ്ടിയിട്ടുള്ള സീക്രട്ട് ബാറുകളാണ് കേട്ടോ. ഇപ്പോൾ അങ്ങനത്തെ ഒരു ആവശ്യമൊന്നുമില്ല ഇപ്പോൾ, കാരണം ഇവിടെ സുരക്ഷിതമാണ്. അവിടെ കണ്ടോ, അവിടെ ഒരു സ്ട്രീറ്റ് ആർട്ടിസ്റ്റ് അവിടെ ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ പെർഫോം ചെയ്യുന്ന കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ ഈവനിങ് ആയപ്പോൾ ചർച്ച് ഫുള്ള് പ്രകാശമായിട്ട് മനോഹരമാക്കിയിരിക്കുകയാണ്. ഈ പാർക്കിൽ എപ്പോഴും 24 മണിക്കൂറിലും ആൾക്കാരുണ്ട്. നമ്മൾ 3 മണിക്കൂറുള്ള വാക്കിംഗ് ടൂർ കഴിഞ്ഞിട്ട് ഇനി വീട്ടിലോട്ട് പോവാണ്. ഇവിടെ റിഫ്ലക്ടർ ആളുകൾ ഉപയോഗിക്കും. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ 2 ഹെൽമെറ്റ് മാത്രം കൊണ്ട് കാര്യമില്ല. ഇവർ ഹെൽമെറ്റ് പ്രൂവണാണ് കേട്ടോ. നല്ല ഹെൽമെറ്റ് ആണോ എന്ന് പ്രൂവണാണ്. അത് മാത്രമേ ഉപയോഗിക്കാവൂ. അത് സത്യത്തിൽ നല്ലതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ഒറ്റ ഹെൽമെറ്റ് മാത്രം വെച്ചേ നടക്കാൻ പറ്റുള്ളായിരുന്നു. അത് വെറും പൊട്ടത്തരമാണ് കേട്ടോ. 2 ഹെൽമെറ്റ് ഇല്ലാതെ പിന്നെ എന്തിനാ ഡ്രൈവറിന് മാത്രം എന്തിനാ ഹെൽമെറ്റ്? 2 പേർക്കും വേണ്ടേ? അല്ലെങ്കിൽ ഹെൽമെറ്റ് വണ്ടിയിൽ എത്ര പേരുണ്ട് അവർക്കെല്ലാവർക്കും ഹെൽമെറ്റ് ആവശ്യമാണ്. അങ്ങനെയാണ് നിയമം വരേണ്ടത്. ബൈ ദ ഗോഡ് ഗ്രേസ് ആരുടെയൊക്കെ ഭാഗത്താൽ നല്ല നേതാക്കന്മാർ കാരണം, നല്ല ഭരിക്കുന്ന അറിയാമെന്നുള്ളവർ കാരണം അങ്ങനത്തെ റൂൾ വന്നു. ബട്ട് നമ്മുടെ നാട്ടിൽ ഇനി വരേണ്ട ഒരു റൂള് ഈ ഹെൽമെറ്റുകളെല്ലാം ക്വാളിറ്റി അഷ്യൂർ ചെയ്തിട്ടുള്ള ഹെൽമെറ്റ് ആണോ എന്ന് ആക്കണം കേട്ടോ. എന്നിട്ട് അങ്ങനത്തെ അല്ലെങ്കിൽ അതിന് ഫൈൻ അടിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ഇടിച്ചിട്ട് ലാസ്റ്റ് ആ ഹെൽമെറ്റ് വെച്ചിട്ട് തലയ്ക്ക് വല്ലോ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല. അപ്പോൾ അതും കൂടെ നമ്മുടെ നാട്ടിൽ വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഈ പട്ടികൾക്ക് വേറെ പട്ടികളെ കാണുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. പുള്ളിക്കാരൻ പട്ടിയെ മോനെ പോലെ അത് ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് പോകുന്നുണ്ടോ. അങ്ങനെ ഞാൻ താമസിക്കുന്നത് നമ്മുടെ കത്തോലിക്ക ആംഗലിക്കാന. ഇത് കത്തോലിക്ക ആംഗലിക്കാന എന്ന് പറയുന്നത് ഇവാഞ്ചലിസിൻ്റെയും കത്തോലിക്സിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു വിശ്വാസ രീതിയാണ്. അവിടെ ഞാൻ അവസാനം വന്നു. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഇവിടെ കുറേ അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ ഈവനിങ് ആകുമ്പോൾ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. ഈവനിങ് വാക്കിന് ഇറങ്ങി നടക്കുവാണ് ഇവിടെ കുറേ. നമ്മൾ വീട്ടിൽ പോയിട്ട് ഇവരുടെ പ്രധാന ഭക്ഷണം പുപ്പുസേറിയ എന്ന് പറഞ്ഞാൽ പുപ്പൂസിൻ്റെ റെസ്റ്റോറൻറ്റ്. പുപ്പൂസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ കഴിക്കുന്ന ഭക്ഷണമാണ്. അത് കഴിക്കാൻ വേണ്ടി വന്നാണ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ബീൻസ് വെച്ചിട്ടുള്ളത്, ബീഫ് വെച്ചിട്ടുള്ളത്, പല പുപ്പൂസുകളുണ്ട്. നമ്മുടെ പപ്പൂസ, ദിസ് ഇസ് പപ്പായ സലാഡ്. Oh, this is cabbage with cucumber and carrots. ക്യാബേജ്, കുക്കുംബർ, ക്യാരറ്റ് അത് വെച്ചിട്ടുള്ള ഇത്. പിന്നെ നമ്മുടെ ബീൻസ് നിറച്ചിട്ടുള്ള ഇത്. പിന്നെ ഒന്നിൻ്റെ അകത്ത് ബീൻസും ചീസും ഉണ്ട് കേട്ടോ. ഇതിന് ഒന്നിന് വരുന്നതെന്ന് പറയുമ്പോൾ ഒന്നിനെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 65 രൂപയാണ് കേട്ടോ. ഇത് 65 രൂപ. അത് പുള്ളിക്കാരൻ പോർക്കുള്ളതാണ് വാങ്ങിച്ചത്. ഇവിടെ ആളുകൾ, ഇവരുടെ പ്രാദേശികരായിട്ടുള്ള ആളുകളെല്ലാം കൈ കൊണ്ടാണ് കേട്ടോ കഴിക്കുന്നത്. സ്പൂണും ഇതൊന്നും വെച്ചിട്ടല്ല അധികം കഴിക്കുന്നത്, കൈ കൊണ്ടാണ്. ഈ കാണുന്ന സാധനവും ഇവിടെ മാൻഡറ്ററി ആണ് കേട്ടോ ബൈക്ക് ഓട്ടിക്കുന്നവർക്ക് വേണ്ടി. നമ്മൾ വീട്ടിൽ നിന്ന് വീണ്ടും തിരിച്ചു വന്നു.
ഇവിടെ പാതിരാത്രിയും പട്ടാളക്കാരന്മാർ റാന്തുന്നുണ്ട് സുരക്ഷിതത്തിന് വേണ്ടി. ഇവിടുത്തെ പോലീസാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലായിടത്തും പോലീസുകാരൊക്കെ ഉണ്ട്. സുരക്ഷിതത്വമാണ് ഇവരുടെ പ്രധാന ഇത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അപ്പം പൊക്കിക്കൊണ്ടുപോകും കേട്ടോ. എന്നിട്ട് ഉടനെ പിടിച്ച് ജയിലിലിടും. പിന്നെ ഹ്യൂമൻ റൈറ്റോ കാര്യങ്ങളോ ഒന്നും നോക്കൂല. അതുകൊണ്ടാണ് ഈ രാജ്യം ഇപ്പോൾ സുരക്ഷിതമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ ട്രംപിൻ്റെ സുഹൃത്താണ് കേട്ടോ. ട്രംപിൻ്റെ വളരെ അധികം നല്ല സുഹൃത്താണ് ഈ രാജ്യം ഭരിക്കുന്നത്. ഇപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ 12 മണിയായി. ഞാൻ ആ റൂമിൽ കിടക്കാൻ വേണ്ടി മടിച്ചിട്ട് റൂമിൽ ഫുള്ള് പട്ടിയുടെ നാറ്റം കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ പുറത്ത് ടെൻ്റ് അടിച്ച് കിടക്കുവാണ്. നാറ്റം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അയ്യോ, പുള്ളി എങ്ങനെ കഴിയുന്നോ. പിന്നെ പുള്ളി ശീലമായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പുള്ളിയെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ടെൻ്റ് അടിച്ച് കിടക്കുന്നു. അപ്പോൾ ശുഭരാത്രി, ശുഭനിദ്ര.